ഈ സർക്കാർ രൂപീകരിച്ചിട്ടില്ല, അതിന് മുഖ്യമന്ത്രി ആരെന്ന് ആദ്യം അറിയണമല്ലേ. അപ്പോൾ ആ ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നുണ്ടെങ്കിലും നമുക്കറിയുന്ന പോലെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വമ്പൻ വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിന്റെ നടപടികൾക്കൊക്കെ തുടക്കമായിട്ടുണ്ട്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിന്റെ പ്രാഥമിക നടപടികൾക്ക് തുടക്കമായത് ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴിയുള്ള ജെൻഡർ കണക്കെടുപ്പ് അർദ്ധരാത്രി 12 മണി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീ യാത്രക്കാരുടെ കണക്കെടുപ്പൊക്കെ പൂർത്തിയാക്കി വിശദ പദ്ധതി തയ്യാറാക്കാനാണ് നീക്കം. അതേസമയം സൗജന്യ യാത്ര നടപ്പാക്കിയാൽ KSRTC കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. ചന്തു നമുക്കിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ചന്തു, ഗുഡ് മോർണിംഗ്. ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു, അതും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടികളിൽ ഒന്നുകൂടിയായിരുന്നു KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. അതിന്റെ നടപടികൾക്ക് തുടക്കമായി അറിയുന്നു. അപ്പം ആ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. അതിനൊപ്പം തന്നെ മറ്റു വിവരങ്ങൾ കൂടി അറിയുന്നുണ്ടോ ചന്തു? അതായത് അത് ഏതൊക്കെ ബസ്സിലായിരിക്കും? ഇപ്പോൾ ഓർഡിനറി ബസ്സിൽ മാത്രമായിരിക്കുമോ, അതോ ഫാസ്റ്റ് പാസഞ്ചറിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ ഈ ഒരു ആനുകൂല്യം സ്ത്രീകൾക്ക് ലഭിക്കുമോ? എത്ര സമയം ഈ ബസ്സിൽ, അതായത് ഒരു ദിവസം ഒരു സമയം മാത്രമേ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, അതോ എപ്പോൾ കയറിയാലും ഈ യാത്ര സൗജന്യമായിരിക്കുമോ? അങ്ങനത്തെ പൊതുവിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ? വെച്ചാൽ ആൾക്കാർക്ക് അതറിയാൻ കൂടി ഒരാകാംക്ഷയുണ്ട്. സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. KSRTC സൗജന്യ യാത്ര, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം, 5 തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമാണ് ഈ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നത്. അത് നടപ്പാക്കുന്നതിനുള്ള പ്രാരംഭ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. രാത്രി 12 മണി മുതൽ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ ഈ യാത്രക്കാരുടെ ജെൻഡർ അത് തിരിച്ചുള്ള ടിക്കറ്റ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് സ്ത്രീ യാത്രക്കാരാണെങ്കിൽ സ്ത്രീ ഫീമെയിൽ എന്നും പുരുഷ യാത്രക്കാരാണെങ്കിൽ മെയിൽ എന്നും ട്രാൻസ്ജെൻഡർ ആണെങ്കിൽ ആ തരത്തിലും ഉള്ള ടിക്കറ്റിംഗ് ഈ സംവിധാനമാണ് ടിക്കറ്റ് നൽകുമ്പോൾ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ക്രമീകരിച്ചിരിക്കുന്നത്. അത് 12 മണി മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇത് പ്രധാനമായും ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് KSRTCയിൽ നടപ്പിലാക്കുന്നത് എന്ന് പറയുമ്പോഴും ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വന്നതിനു ശേഷം പ്രധാനമായും KSRTC ഇതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. അതായത് ഈ ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീനിൽ ഇത് സംബന്ധിച്ച മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചിരുന്നു. അത് നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ പദ്ധതി, അതായത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഒരു വിശദമായ ചർച്ച വേണമെന്ന ആവശ്യം KSRTCയിൽ സജീവമാണ്. അതായത് KSRTCയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോവുകയായിരുന്നു. അത് കഴിഞ്ഞ KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായിരുന്നപ്പോൾ 1-ാം തീയതി ശമ്പളം അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഓവർ ഡ്രാഫ്റ്റിംഗ് വഴിയൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ KSRTC ഇപ്പോഴും ലാഭത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ KSRTCയിൽ ഒരു വിശദമായ പദ്ധതിയിലൂടെ അല്ലാതെ ഇത് നടപ്പാക്കാൻ കഴിയില്ല. KSRTCയെ സംബന്ധിച്ചിടത്തോളം 25 മുതൽ 30 ലക്ഷം വരെ അല്ലെങ്കിൽ 29 ലക്ഷം യാത്രക്കാരാണ് പ്രതിദിനം KSRTCയെ ആശ്രയിക്കുന്നത്. അതിൽ KSRTCയിൽ 15 മുതൽ 20 ലക്ഷത്തോളം യാത്രക്കാർ സ്ത്രീ യാത്രക്കാരാണ്. അതായത് KSRTCയുടെ പ്രതിദിന വരുമാനം 7 കോടി മുതൽ 10 കോടി വരെയാണ്. അതിൽ ഒരു 5 കോടിയോളം സംഭാവന ചെയ്യുന്നത് ഈ സ്ത്രീ യാത്രക്കാരാണ്. അപ്പോൾ KSRTCയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീകൾക്ക് സൗജന്യമാക്കുമ്പോൾ അത് അവരുടെ സാമ്പത്തികത്തെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ പദ്ധതി തയ്യാറാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം സേതുലക്ഷ്മി സൂചിപ്പിച്ചത് ഏതൊക്കെ ബസ്സിലാണ്, അത് സംബന്ധിച്ചൊന്നും ഇതുവരെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടില്ല. അതിലൊക്കെ വിശദമായ ഈ പദ്ധതി, അതായത് സ്ത്രീകളുടെ കണക്കെടുപ്പ് പൂർത്തിയായതിനു ശേഷമായിരിക്കും അത്തരം പദ്ധതികളിലേക്കൊക്കെ കടക്കുക. ഓക്കെ ചന്തു, ശരി.